പ്രിയപ്പെട്ടവരെ, നമുക്കൊപ്പം ഇന്നൊരു അതിഥിയുണ്ട്. അതിഥി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. നമസ്കാരം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം. സുഖമായിരിക്കുന്നു എന്ന് തോന്നുന്നു. കുറേ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങയുമായി സംസാരിക്കണം ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനിടയ്ക്ക് മറ്റു ചില വാർത്തകളൊക്കെ വന്നു. സന്തോഷം. വീണ്ടും സംസാരിക്കാൻ ഇട വന്നതിൽ സന്തോഷം. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഫാമൊക്കെ എങ്ങനെ പോകുന്നു? അന്ന് വന്നപ്പോൾ എനിക്ക് തണ്ണിമത്തനും ഭക്ഷണമൊക്കെ തന്നിരുന്നു. ഫാം വളരെ ലൈവായി തന്നെ ഇരിക്കുന്നു. വീണ്ടും വന്നാൽ കാണാം. അവസരം ഉണ്ടായി വന്നാൽ വീണ്ടും പിന്നെ സന്തോഷം. ശ്രീ പി കെ, നമ്മൾ ഇനി ഒരു വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ചൂടേറിയ വിഷയം പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്നൊരു വലിയ ആശയമായിരുന്നു സ്മാർട്ട് സിറ്റി. 2005 ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നൊരു വലിയ പദ്ധതി വന്നപ്പോൾ തന്നെ വലിയ വിവാദങ്ങൾ വന്നു. അന്ന് ഫ്രീ ഹോൾഡ് ആയിരുന്നു വിഷയം. പക്ഷേ ഒരു വലിയ ഐഡിയ ആയിരുന്നു ആ സമയത്ത്. ആ പദ്ധതി പിന്നീട് 2007 സ്മാർട്ട് സിറ്റി പദ്ധതി VSന്റെ കാലത്ത് ഫ്രെയിംവർക്ക് എഗ്രിമെൻ്റ് ഉണ്ടാവുന്നു. 2011 2 പാട്ടക്കരാർ വഴി അത് സർക്കാർ കൊടുക്കുന്നു. ആ വിവാദങ്ങളെല്ലാം തൽക്കാലം അവസാനിച്ചു. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആരും യഥാർത്ഥത്തിൽ അന്വേഷിച്ചില്ല. കുറേ കാലമൊക്കെ നമ്മളും പോയി. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത്, അവിടെ പ്രതീക്ഷിച്ചതിൻ്റെ 10-1 പോലും ഈ ടീകോമിന് നടപ്പാക്കാൻ സാധിച്ചില്ല. അങ്ങയുടെ കൂടി ഒരു ബ്രെയിൻ ചൈൽഡ് ആണല്ലോ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പ്രോജക്റ്റ്. എന്ത് സംഭവിച്ചുവെന്നാണ് അങ്ങ് കരുതുന്നത് ഈ സ്മാർട്ട് സിറ്റി വിഷയത്തിൽ? അല്ല, നമ്മൾ സത്യത്തിൽ ദുബായ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു നയപരമായ തീരുമാനം അവിടെ എടുത്തു. അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ഗ്രാബ് ചെയ്യായിരുന്നു. നമ്മൾ അവിടുത്തെ ഒരു ജെറ്റെക്സിന് പോയ സമയത്താണ് സ്മാർട്ട് സിറ്റി എന്ന ആശയം വരുന്നത്. ഇൻ്റർനെറ്റ് സിറ്റി ഇങ്ങോട്ട് പറിച്ചു നടുക. അവിടെ മലയാളികളാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ അധികവും. അപ്പോൾ ഇവിടെ തന്നെ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കൂടാ എന്നുള്ള ചർച്ച ഞാൻ എക്സിബിഷന് പോയ സമയത്ത്, ദുബായിലെ പ്രശസ്തമായ എക്സിബിഷന് പോയ സമയത്ത് ഉണ്ടായ ഒരു ഡിസ്കഷനിൽ ഈ ആശയം തന്നെ വരുന്നത്. അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ 2003-2004 കാലത്ത് തന്നെ അത് ഡെവലപ്പ് ചെയ്ത് ആ ഐഡിയ യാഥാർത്ഥ്യമാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു ഫോം ഉണ്ടാക്കി വെച്ച ആ സമയത്ത് ഇലക്ഷൻ വന്ന് നമ്മുടെ ഗവൺമെൻറ് പോയി. അപ്പോൾ ഏറ്റവും വലിയ അന്നത്തെ നിലയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് സംഭവിക്കാവുന്ന, കേരളത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രോജക്റ്റ്. അതുകൊണ്ടാണ് കൊച്ചിയിൽ വലിയ ഡെവലപ്മെൻറ്റ് വരും, സിംഗപ്പൂരാവും എന്നൊക്കെ വന്ന് വാർത്തകളൊക്കെ വന്നത്. അത് യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ പിന്നെ വരുന്നത് അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ്. ആ എഗ്രിമെൻ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ അവർ 5 കൊല്ലം എടുത്തു. ക്യാൻ യു ബിലീവ്? 5 years. 2007 ഒരു അഗ്രിമെൻറ്റ്, അതിൻ്റെ ഫൈനൽ അഗ്രിമെൻറ്റ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. 2011 ഞങ്ങൾ വരുന്നതിൻ്റെ 1 മാസം 2 മാസം മുമ്പ് അവർ ഫൈനലൈസ് ചെയ്തു. അത്രയും സമയം അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ട് ചർച്ച നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങളെ ഗവൺമെൻറ് വന്നു. ഞങ്ങൾ വിത്തിൻ നോ ടൈം, ഉമ്മൻചാണ്ടിയും ഞങ്ങളുണ്ടായിരുന്നു, ബാക്കി വ്യവസായികളൊക്കെ ഉണ്ടായിരുന്നു, മിസ്റ്റർ യൂസഫ് അലി സാഹിബ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളെല്ലാം കൂടി പോയി അവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഗവൺമെൻറ് റൂളർ ആ ലെവലിൽ തന്നെ ഞങ്ങൾ ചർച്ചകൾ നടത്തി സ്പീഡപ്പ് ചെയ്തു. കുറഞ്ഞ സമയത്തിനകം ബിൽഡിംഗ് വന്നു. അന്ന് കൊടുക്കാവുന്ന അത്ര ജോലി കൊടുത്തു. ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങളെ ഗവൺമെൻറ് പോയി. ആ ഗവൺമെൻറ് പോയി, ഇപ്പോഴത്തെ ഗവൺമെൻറ് കഴിഞ്ഞ ഏകദേശം ഇപ്പോൾ 10 കൊല്ലം ആവാറായില്ലേ, ഒരു ഇല പോലും അടനങ്ങില്ല, ഒന്നും നടന്നില്ല. ടൈം അങ്ങ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. എന്നോ വന്ന ഒരു കോവിഡ് കാരണം പറഞ്ഞ് ഇപ്പോൾ എല്ലാം കെട്ടിപ്പൂട്ടി അവസാനിപ്പിച്ചിരിക്കുന്നു. എന്താ പറയുക, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ VS ഗവൺമെൻറ് 5 കൊല്ലം, ഇപ്പോൾ 10 കൊല്ലം, ഒന്നും നടക്കാത്ത 10 കൊല്ലം. ഇതാണ് യാഥാർത്ഥ്യം. വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ ആശയം കൊണ്ടുവന്ന് ഞങ്ങളാണ് അത് ഉണ്ടാക്കി ഉദ്ഘാടനം. 14% ഷെയറാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. ഡയറക്ടർ ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഇതിൽ ഒരു SPV ആയിട്ടാണ് ഈ സ്മാർട്ട് സിറ്റി കൊച്ചി എന്ന SCK എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും നടപ്പിലാക്കേണ്ടത് എന്താണെന്ന് ആ കരാറിൽ പറയുന്നുണ്ട്.
അതിൽ കെട്ടിടങ്ങൾ 10 വർഷം കഴിയുമ്പോഴേക്ക് 88 ലക്ഷം ചതുരശ്ര അടി വേണം, 90,000 ആളുകൾക്ക് പണി കൊടുക്കത്തക്ക രീതിയിലേക്ക് വരണം. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് സ്മാർട്ട് സിറ്റി പദ്ധതി ഒന്ന് റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ പോലും ഈ പോക്ക് ഇപ്പോൾ 2011 വന്നത്, 2014 പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് തന്നെ റിവ്യൂ ചെയ്യാം, 5 വർഷമായി. പക്ഷെ അപ്പോൾ റിവ്യൂ ചെയ്തില്ല. കോവിഡും കൊറോണയും പ്രളയവും ഒക്കെ വരുന്നത് 2017 ശേഷമാണല്ലോ. അതാണ് 17 ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 2011 ഞങ്ങളുടെ ഗവൺമെൻറ് വന്നിട്ട് അവിടെ നടന്നതെന്ന് എടുത്തു നോക്കൂ. കെട്ടിടം കെട്ടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്ത ജോലി എടുത്തു നോക്കൂ, എത്ര അധികമാണ്. അത് കഴിഞ്ഞ് 2016 LDF ഗവൺമെൻറ് വന്നിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല. ഇതുവരെ ഒന്നും റിവ്യൂ, അതാണ് പറഞ്ഞത്, ഒരു റിവ്യൂ നടത്താൻ അവർ 4-5 കൊല്ലം എടുക്കും. ഞങ്ങളിപ്പോൾ ഉമ്മൻചാണ്ടി ഞങ്ങളെല്ലാവരും കൂടി പോയി ദുബായിൽ പോയി ചർച്ച, അങ്ങനത്തെ ഒരു മീറ്റിംഗ് അവർ നടത്തിയിട്ടുണ്ടോ? വല്ലതും ചെയ്തിട്ടുണ്ടോ? എല്ലാം ഒന്നും ചെയ്യാതെ 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വിചിത്രമായ തീരുമാനമെടുത്ത് എല്ലാം കെട്ടിപ്പൂട്ടി. ഇതിൽ ഞാൻ ചീഫ് സെക്രട്ടറിയുടെ മറുപടി വായിക്കുകയായിരുന്നു, CPK കുഞ്ഞാലിക്കുട്ടി. ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഈ കാലതാമസം വരുത്താതെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് കൂടുതൽ IT കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്, നിലവിൽ ഈ വീഴ്ച വരുത്തിയത് സംസ്ഥാന സർക്കാരാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത്, അതോ ടീകോം പോലെ ഒരു കമ്പനിക്ക് ഈ IT ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രായോഗിക പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടും ദുബായ് സർക്കാരിൻ്റെ മാറിയൊരു പോളിസി ഉണ്ടല്ലോ, ഇപ്പോൾ ദുബായിക്ക് പുറത്ത് വലിയ നിക്ഷേപം നടത്താൻ ദുബായ് ഹോൾഡിങ്സിന് താല്പര്യമില്ല എന്ന നയപരമായൊരു മാറ്റം വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണോ ഇതിൻ്റെ ഒരു ഈ വീഴ്ചയ്ക്കുടെ പ്രധാനപ്പെട്ട കാരണം? സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണോ അതോ ദുബായ് ഹോൾഡിങ്സിൻ്റെ നയമാറ്റമാണോ? അതിന് ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്ത് നടന്നു, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്ത് നടന്നു എന്ന് നോക്കലാണ്. 2006 തൊട്ട് ഉള്ള അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിവാദങ്ങളായിരുന്നു, അവരെ പഴിപറയലായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞ് അവർ ഒന്നും ചെയ്യാതിരുന്നു. 2011 വന്നപ്പോൾ അവർ അത്ര ഉഷാറോടുകൂടി വീണ്ടും വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത് എങ്ങനെയാണ്? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഊർജ്ജസ്വല തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പല സ്ഥലത്തും ഉണ്ട്, പക്ഷേ നമ്മൾ ഗവൺമെൻറ് ഒരു ഊർജ്ജസ്വലത കാണിക്കണ്ടേ? 2016 ഞങ്ങൾ പോകുമ്പോൾ ഇനോഗ്രേറ്റ് ചെയ്ത അവിടെ നിന്ന് തുടങ്ങി ഒരു ഊർജ്ജസ്വലത കാണിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കുറേ കൂടി കെട്ടിടങ്ങൾ അവിടെ വരുമായിരുന്നു, കുറേ കൂടി കമ്പനികൾ വരുമായിരുന്നു. ഈ ടെക്നോ പാർക്കായാലും ഇൻഫോ പാർക്കായാലും ഇപ്പോൾ ടീകോം ആയാലും പിന്നെ IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നല്ലാതെ കമ്പനികൾ വരേണ്ടത് വേറെ കമ്പനികളല്ലേ? അതെ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്താൽ അവിടെ ഒരുപാട് കമ്പനികൾ വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കാണല്ലോ. ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ആളുകൾ ക്യൂ നിൽക്കില്ലേ? ഞങ്ങൾ 10 മാസം കൊണ്ട് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്ത പിന്നെ കാര്യമാണ് ഇൻഫോ പാർക്ക് കൊച്ചിയിലെ. ഇൻഫോ പാർക്കിൽ കെട്ടിടത്തിന് കല്ലിടാൻ പോലും സ്ഥലമില്ല, അത്രമേൽ അവിടെ കെട്ടിടങ്ങൾ വന്ന് നിറഞ്ഞു. 582 കമ്പനികളാണ് ഇപ്പോൾ ഇൻഫോ പാർക്കിലുള്ളത്. 70,000 അതെങ്ങനെ സംഭവിച്ചു? ഞാൻ IT മിനിസ്റ്റർ ആകുമ്പോൾ ഞാനാണ് ആദ്യമായി അവിടെ ചെന്ന് ആ സ്ഥലം പരിശോധിച്ചത്. ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ, കുറുക്കം മേയുന്ന സ്ഥലമായിരുന്നു. അവിടെ ഞങ്ങൾ 10 മാസം കൊണ്ട് ഇൻഫോ പാർക്ക് കെട്ടി. ഞങ്ങളുടെ സമയത്ത് തന്നെ ഇൻഫോ പാർക്ക് ഫില്ലായി. അതാണിപ്പോൾ ഒരു ഉദാഹരണം പിന്നെ പറയാനുള്ളത്. ഇവിടെ ടീകോം അത് പൂർത്തിയാക്കിയിരുന്നു 2016 ഉള്ള അതേ സ്പീഡിൽ. 2016 ശേഷമുള്ള പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം അതേ സ്പീഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയും ഫില്ലാവുമായിരുന്നു. പാർക്കിൽ കമ്പനികൾ വരാമെങ്കിൽ ടീകോമിനെ കൊണ്ട് ഈ പണി എടുപ്പിക്കേണ്ടിയിരുന്ന സർക്കാർ അത് ചെയ്തില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇല്ല, സർക്കാർ അതാണ് ടീകോമിനെ പ്രേരിപ്പിച്ച് പണിയെടുപ്പിച്ച് അവിടെ ഈ കമ്പനികളെ കൊണ്ടുവരില്ല. എങ്ങനെയാ? അത് പ്രൊമോഷൻ വർക്കാണ്. ആ പ്രൊമോഷൻ വർക്ക് കമ്പനികളെ ഇൻവൈറ്റ് ചെയ്യണമായിരുന്നു, പോയി റോഡ് ഷോ നടത്തണമായിരുന്നു. റോഡ് ഷോ നടത്തിയിട്ട് കമ്പനികളെ ഇങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുവരണമായിരുന്നു. അങ്ങനെയല്ലേ ടെക്നോ പാർക്ക് ഞങ്ങൾ ഫില്ലാക്കിയത്, അങ്ങനെയല്ലേ ഇൻഫോ പാർക്ക് ഞങ്ങളുടെ കാലത്ത് ഫില്ലായത്. നെഗറ്റീവ് അപ്രോച്ച് എടുത്തതാണ് പ്രശ്നം. PS ഗവൺമെന്റിന്റെ കാലത്തും IT വകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ IT മേഖലയുടെ സമ്പൂർണ്ണ വികസനത്തിനുള്ള ഒരു അവസരമായി അദ്ദേഹം അതിനൊരു പ്രയോറിറ്റി കൊടുത്തില്ല എന്നൊരു വിമർശനം താങ്കൾക്കുണ്ടോ CPK കുഞ്ഞാലിക്കുട്ടി? അല്ല, ഉണ്ടല്ലോ. കാരണം BS ഗവൺമെൻറ് കാലത്ത് സംഭവിച്ചു അത് തന്നെയാണ്.
അദ്ദേഹത്തിന് ഒരുപാട് വകുപ്പുണ്ട്, മുഖ്യമന്ത്രിയാണ്. ഒരു റോഡ് ഷോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ പോകാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ മന്ത്രിയായിരിക്കുന്ന ആൻ്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ ആൻ്റണിയെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇൻഫോസിസിൻ്റെ ക്യാമ്പസിൽ ഞങ്ങൾ പോയി. ആൻ്റണി പോയി. ഡൽഹിയിൽ എത്ര റോഡ് ഷോ നടത്തി. ഉമ്മൻചാണ്ടി പിന്നെ 2011 ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം പിന്നെ പറയണ്ട. ഉമ്മൻചാണ്ടി ദുബായിൽ പോയി, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ പോയി, എല്ലാ സ്ഥലത്തും പോയി ഇൻവെസ്റ്റേഷൻ കൊണ്ട് ക്യാൻവാസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യില്ല. മുഖ്യമന്ത്രിമാർ IT വകുപ്പ് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇൻവെസ്റ്റേഷനെ ക്യാമ്പയിൻ ചെയ്യണ്ടേ, കൊണ്ടുവരണ്ടേ, അവരെ പ്രേരിപ്പിച്ച് കൊണ്ടുവരണ്ടേ? അങ്ങനെ ഒരു സംഗതി BS ഗവൺമെൻറ്റിൻ്റെ കാലത്തും നടന്നിട്ടില്ല. ഇപ്പോഴത്തെ പിന്നെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തും അത് നടന്നിട്ടില്ല. അത് വസ്തുതയാണ്. IT പ്രത്യേകമായ മന്ത്രിയില്ല, വകുപ്പില്ല, ഒന്നുമില്ല, ഒരു ഇനീഷ്യേറ്റീവും ഇല്ല. അതാണ് സംഭവിച്ചത്. അതെ. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ഇനി ഈ വിഷയത്തിൽ നഷ്ടപരിഹാരം സംബന്ധിച്ചൊരു ക്ലോസ് ആണല്ലോ, അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നതും. ഞാൻ ഇന്നലെ അഗ്രിമെന്റ് പൂർണ്ണമായിട്ടും വായിച്ചു, ഫ്രെയിം വർക്ക് എഗ്രിമെന്റ് 2007. അതിൽ വളരെ കൃത്യമായ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ മാനദണ്ഡ പ്രകാരം പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ടീകോമിന്റെ ഷെയർ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഓഫ് കേരള ഏറ്റെടുക്കാം, SPVയുടെ പൂർണ്ണ ഓഹരികളും നമ്മുടെ സർക്കാരിന് സ്വന്തമാക്കാം. അതിൽ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വിചിത്രവാദമാണോ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി? അത് ഒരു വിചിത്രമായ സംഗതി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ഈ ഭൂമി നല്ലതാണ്, ഇനി അത് നമുക്കത് കുറഞ്ഞ സമയം കൊണ്ട് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം, ഇപ്പോൾ ചീഫ് സെക്രട്ടറി പറയുന്നത് പോലെ നമുക്കത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്ന ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? ഇത്രയും കാലം വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ അവിടെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് IT-യിലാണല്ലോ കേരളത്തിൽ ഏറ്റവും സാധ്യത വരാനുള്ളത്. ഇത്രയധികം ടെക്നോളജിക്കൽ ചേഞ്ച് വന്ന ഒരു സമയത്ത്, ഇപ്പോൾ ചേഞ്ച് വന്ന് AI യുഗമായി മാറി. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഇൻഫോ പാർക്ക് ചെയ്തതുപോലെ സ്മാർട്ട് സിറ്റി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ 90,000 എംപ്ലോയ്മെൻറ്റ് ഒക്കെ പോസിബിളായിരുന്നു. അത് നടക്കാതെ ഇപ്പോൾ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി, നല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ ഇത് നഷ്ടപരിഹാരം കൊടുത്ത് ഒഴിവാക്കുകയാണ് എന്ന് പറയുന്നത് ഒരു വിചിത്രവാദം തന്നെയാണ്. അത് അതിലേക്ക് എങ്ങനെ നയിച്ചു എന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചാൽ പ്രതിപക്ഷം അതിനെ എതിർക്കില്ലേ? അല്ല, നഷ്ടപരിഹാരം എന്നുള്ളതിൽ മാത്രം ഒതുക്കി പിന്നെ നിർത്തുന്നില്ല ഞാൻ. നഷ്ടപരിഹാരത്തിലേക്ക് എത്തിയതിനുള്ള കാരണവും അതുപോലെ തന്നെ എന്തുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ളവരെ ഗവൺമെൻറ് ഇതുവരെ വിശദീകരിച്ചിട്ടില്ലല്ലോ. അതെ, അവർ അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന എഗ്രിമെൻറ്റിൽ ഉള്ള ആ ഗവൺമെൻറ് അനുകൂല ക്ലോസ് ഉപയോഗിക്കാതെ ഇപ്പോൾ നഷ്ടപരിഹാരം അങ്ങോട്ട് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് അവർ വിശദീകരിക്കേണ്ട കാര്യമാണ്. അവർ ഇതുവരെ അത് വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് ആർബിട്രേഷൻ ആയതുകൊണ്ട് നിയമപരമായ ലിറ്റിഗേഷനിലേക്ക് പോകാതെ, നിയമപരമായ കേസും കൂട്ടത്തിലേക്കും പോവാതെ ഇരുകൂട്ടരും പരസ്പരം സംസാരിച്ചു തീർക്കണം എന്ന വ്യവസ്ഥയിലാണ് ഇത് വന്നിരിക്കുന്നതെന്നാണ് വിശദീകരണം. അല്ല, സംസാരിച്ച് പിരിയാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്നിച്ചൊന്ന് ചെയ്യാൻ തീരുമാനിക്കാമായിരുന്നില്ലേ കഴിഞ്ഞ 10 കൊല്ലം? അതിന് നോക്കിയോ? പിരിയാൻ ഇത്ര ഉത്സാഹം കാണിക്കുന്നവർക്ക് ഇവിടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ചർച്ച ഒരു പ്രാവശ്യമെങ്കിലും പോയി നടത്താമായിരുന്നില്ലേ? അപ്പോൾ അന്നത്തെ ഫോട്ടോസ് നിങ്ങളെ കയ്യിലുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയും ഞങ്ങളൊക്കെ പോയി അവിടെ റൂളർ അടക്കം കാണുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ. അതുപോലെ ഒരു വിസിറ്റ് അവിടെ റോഡ് ഷോ നടത്താൻ അതിനൊരു സമയം കണ്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ പിന്നെ പിരിയാനാണല്ലോ പിന്നെ ക്ലോസും കാര്യങ്ങളൊക്കെ. നീക്കങ്ങളുടെ എല്ലാം പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചു. ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ചിലർക്കുണ്ട്, അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആ 246 ഏക്കർ സ്ഥലത്തിൽ കണ്ണുവെച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ? ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇടപാട് നടത്താൻ വേണ്ടിയാണ്, ദുരൂഹതകളുണ്ട് എന്നാണോ അങ്ങ് വിശ്വസിക്കുന്നത്? ഞാനിപ്പോൾ ഇതിൻ്റെ ഞങ്ങളുടെ സമയത്ത് ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ആൾ, അതുപോലെ തന്നെ ഇതിലൊക്കെ പങ്കെടുത്ത ആൾ എന്നുള്ള നിലക്ക് അല്പം കൂടി റെസ്പോൺസിബിളായി പറയണമല്ലോ. ആ ഭാഗം ഞാൻ പരിശോധിച്ചിട്ടില്ല. ഇതിലേക്ക് നയിച്ച വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യം പറയുന്ന സ്വഭാവം എനിക്കില്ല. പിന്നെ പ്രതിപക്ഷ മുൻ നേതാവ് ഒക്കെ പറയുമ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ്
അവർ അത്തരത്തിലുള്ള ഒരു അലിഗേഷൻ കൂടി പറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ഞാനും പരിശോധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാനത് സെപ്പറേറ്റ് പരിശോധിച്ചിട്ടില്ല, അത്രേ ഞാൻ പറയൂ. ഓക്കെ, അപ്പോൾ UDF എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ മാർഗത്തിലേക്ക് കടക്കുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത് PK കുഞ്ഞാലിക്കുട്ടി സ്മാർട്ട് സിറ്റി വിഷയത്തിൽ? UDF തീർച്ചയായിട്ടും ഈ സ്മാർട്ട് സിറ്റി വിഷയം ചർച്ച ചെയ്യുമല്ലോ. കാരണം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, കേരളത്തിൽ ഇത്രയധികം ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാമായിരുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ, ഇനി എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് കൊച്ചിയിൽ, ഇപ്പോൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് കൊച്ചിയിൽ നടത്താൻ പോവാണ്. എന്ത് നടത്തിയിട്ട് എന്താ കാര്യം? ആര് വിശ്വസിക്കാനാണ്? ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഫെയിലാക്കി കളഞ്ഞിട്ട് ഇപ്പോൾ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ പ്രകടമാകുന്നത് UDF ഗവൺമെൻറ്റുകളുടെ ബെസ്റ്റ് ഇനിഷ്യേറ്റീവും LDF ഗവൺമെൻറ്റുകളുടെ വേസ്റ്റ് ഇനീഷ്യേറ്റീവും, അതാണ് വേസ്റ്റ് പെർഫോമൻസുമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ അവസാനം വന്ന് നഷ്ടപരിഹാരം കൊടുക്കുന്ന വിഷയം വന്നപ്പോൾ അതിൽ ഇനി വല്ല വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് UDF തീർച്ചയായിട്ടും പരിശോധിക്കും, ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോമൺ ആയിട്ടുള്ള പൊതുവായ തീരുമാനം എടുക്കും. ഓക്കെ, CPK, ഞാൻ അതിനകത്തൊരു രാഷ്ട്രീയ വിഷയം, എനിക്കറിയാം അങ്ങ് തിരക്കിലാണ് എന്നറിയാം, അല്പസമയം കൊണ്ട് ഞാൻ അങ്ങനെ സ്വന്തമാക്കാം. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ഈ പാലക്കാട്ടെയും ആലത്തൂരിലേക്കും ഒക്കെ വയനാട്ടിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിൽ ഈ വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളുണ്ട്. അതിലൊരു വിമർശനം CPM-നെതിരെയുള്ളത്, അതായത് ഇന്നിപ്പോഴുള്ള വാർത്ത, CPM-ന്റെ വിചിത്രമായിട്ടുള്ളൊരു നിലപാട് വന്നിട്ടുണ്ട് LDF-ന്റെ. അതായത് പാലക്കാട്ടെ 2 പത്രങ്ങളിലും, സിറാജിലും സുപ്രഭാതത്തിലും മാത്രം തിരഞ്ഞുപിടിച്ച് സന്ദീപ് വാര്യരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വാർത്തയാക്കി പരസ്യമാക്കി നൽകിയത്, അതിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ് LDF ഇലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് അഭ്യുദയകാംക്ഷികൾ കൊടുത്ത പരസ്യമാണ് എന്നാണ്. അത് പറയാനുള്ള കാരണം, സമസ്ത ആ പരസ്യം കൊടുത്തതിൻ്റെ പേരിൽ സുപ്രഭാതത്തിലെ പത്രപ്രവർത്തകരെ ശാസിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് LDF ആ പരസ്യത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, യഥാർത്ഥത്തിൽ LDF ആ പരസ്യം കൊടുത്തതോടുകൂടി പ്രതിസന്ധിയിലാവുകയാണോ ചെയ്തത്? അതിലൊരു വർഗീയതയുണ്ടോ ആ നീക്കത്തിൽ? PK കുഞ്ഞാലിക്കുട്ടി, ലോകത്ത് പച്ച വർഗീയതയാണ് ലോകത്ത് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് സംഭവിച്ചത്. അതും ഒരു ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വേസ്റ്റായിട്ട്, ഇതിലും മോശമായൊരു കാര്യം സംഭവിക്കാനില്ല. എന്താ അന്ന് ചെയ്തത്? കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാനാണ് നോക്കിയത്. അത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. CPM ചിന്തിക്കേണ്ടതാണ്. വടകരയിലെ കാഫർ കളിയും അതുപോലെ തന്നെ ഈ നമ്മുടെ പാലക്കാട്ടെ ഈ പരസ്യവും, പാലക്കാട്ടെ ആ പരസ്യത്തിൻ്റെ നേരിട്ടുള്ള ഫലം ബെനിഫിഷ്യറി ആരാ? BJP ആയിരുന്നു. അതറിയാത്തവരാണോ ഈ പരസ്യം കൊടുത്തവരും അത് പബ്ലിഷ് ചെയ്തവരും ഒക്കെ? LDF ഇലക്ഷൻ കമ്മിറ്റിൻ്റെ പേരിൽ ആർക്കും എന്തും ചെയ്യാവോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കതിൽ ഉത്തരവാദിത്തമില്ലേ? ഇപ്പോൾ കൈവയ്യുന്നത് എങ്ങനെ? ആ പരസ്യം വായിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗീയമായ ഒരു ചാർജഡായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ആളുകൾ പ്രകോപിതരാവണം എന്നുള്ളവർക്കുള്ളൊരു വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ളൊരു പരസ്യമാണത്. മാത്രമല്ല അതിൻ്റെ ഗുണം ആർക്കാ കിട്ടുക? ന്യൂനപക്ഷ വോട്ടുകൾ തേർഡ് പാർട്ടിയായ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ BJP ജയിക്കും. അപ്പോൾ BJPയെ ജയിപ്പിക്കാനാണ് ഇവർ നോക്കിയത്. അത് വളരെ മോശം. കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു രാഷ്ട്രീയം അത് തന്നെയാണ്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി BJP ശ്രമിക്കുന്നതും LDF ശ്രമിക്കുന്നതും ഒന്ന് തന്നെയാണ്. ചില സമുദായങ്ങളെ BJPയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം അവർ നടത്തുന്നു. നമുക്ക് മനസ്സിലാക്കാം. അവരതിനു വേണ്ടി കാര്യമായ ശ്രമം നടത്തും. അവരെ പാർട്ടി അതിനായി മന്ത്രിയെ വെച്ചിട്ടുണ്ട്, നോക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷവും അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം UDF തകർന്നു കിട്ടുമല്ലോ. UDFൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി കേരളത്തിൽ BJPയും ഇടതുപക്ഷവും ഇപ്പോൾ കമ്മ്യൂണൽ രാഷ്ട്രീയം കളിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പം പോലും അതാണ്. മുനമ്പം പരിഹരിക്കുന്നില്ലല്ലോ, നീട്ടിക്കൊണ്ടുപോവുകയാണ്. എന്താ കാരണം? സാമുദായികമായ ചേരിതിരിവ് ഉണ്ടായിക്കോട്ടെ. ലീഗിന്റെ ഇടപെടലിനെ നമ്മൾ അഭിനന്ദിക്കുക കൂടിയാണ്. കാര്യം ലീഗ് അടക്കം എല്ലാ മുസ്ലിം സംഘടനകളും മുനമ്പത്ത് പ്രശ്നം പരിഹരിക്കണം, അവിടെ ഒരു മനുഷ്യനെയും കുടിയിറക്കരുത് എന്ന നിലപാട് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യമാണ്. ബാബറി മസ്ജിദിന് സമാനമായൊരു സാഹചര്യമാണ് മുനമ്പമെന്നാണ് ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. കാരണം കൈവിട്ടുപോയാൽ പല ആംഗിളുകളിൽ അത് കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണല്ലോ മുനമ്പത്തെയും ഈ വഖഫിൻ്റെയും വിഷയം. പക്ഷേ അതിൽ സർക്കാർ വേണ്ടത്ര ജാഗ്രതയും പക്വതയും കാണിക്കുന്നില്ലേ?
വേണ്ടി വന്നാൽ ഒരു ദിവസം കൊണ്ടത് പരിഹരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷേ അതിലെനിക്ക് സംശയമുണ്ട്. കാര്യം അതിനകത്തൊരു സങ്കീർണമായ നിയമപ്രശ്നമുണ്ട്. പക്ഷേ എങ്കിലും പി.കെ. കുഞ്ഞാലിക്കുട്ടി, അങ്ങായിരുന്നു ഈ ഭരണത്തിലെങ്കിൽ, അഥവാ അങ്ങ് ഈ ഭരണത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഈ മുനമ്പം വിഷയം എങ്ങനെ പരിഹരിക്കുമായിരുന്നു? ഉടനെ ഒരു കൂടിയാലോചനക്ക് വിളിക്കുമായിരുന്നു. ഒരു കൂടിയാലോചനക്ക് ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് സംസാരിച്ചാൽ അതിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരും. ഒരു പ്രശ്നവുമില്ല. ഒക്കെ ആണെങ്കിൽ തന്നെ അതിന് പരിഹാരമുണ്ട്, ഒക്കെ അല്ല എങ്കിൽ അതിന് പരിഹാരമുണ്ട്. സർക്കാരിനെടുക്കാവുന്ന നടപടികൾ വലിയതല്ലേ? മുസ്ലിം സംഘടനകൾ പറഞ്ഞതും അതല്ലേ. സർക്കാർ ഈ കാര്യത്തിൽ ഒരു നിലപാട് എടുത്താൽ ഞങ്ങൾ സഹകരിക്കാമെന്ന് മുസ്ലിം സംഘടന പറഞ്ഞില്ലേ? എല്ലാ സംഘടനകളും ഒരുമിച്ചല്ലേ പറഞ്ഞത്? എന്നിട്ട് അവർക്ക് അത് തോന്നുന്നില്ലല്ലോ. കാരണം എന്താ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്ന, മുനമ്പം പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ ആത്മാർത്ഥമില്ല. അതായത് മുനമ്പം ഒരു വീഞ്ഞാണ്. നമ്മളൊരു പ്രതീകാത്മകമായ ഒരു ഭാഷാ പ്രയോഗം നടത്തിയാൽ ഒരു വീഞ്ഞു പോലെ പുളിച്ച് അല്ലെങ്കിൽ വീഞ്ഞു പോലെ പാകമായി അതൊരു രാഷ്ട്രീയ വിഷയമായി പരിണമിക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് BJPയും ഇടതുപക്ഷവും എന്നാണോ അങ്ങ് പറയുന്നത്? കറക്റ്റ്, അത് തന്നെയാണ്. മുനമ്പം പരിഹരിക്കാതെ പൊയ്ക്കോട്ടെ, അതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന സാമുദായികമായ ചേരിതിരിവ് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ലാഭമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് കേന്ദ്രത്തിലും ഇപ്പോൾ കേരളത്തിലും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മുനമ്പം തീരാത്തത്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇപ്പോൾ വിവാദമാക്കാൻ നോക്കുന്നവരെ ആരൊക്കെയാണെന്നുള്ളത് നോക്കൂ. ആ പാലക്കാട്ടെ പത്രത്തിൽ വർഗീയ പരസ്യം കൊടുത്ത ശക്തികൾ, അവരാണ് ഇപ്പോൾ അത് വീണ്ടും കോൺട്രവേഴ്സി ആക്കാൻ നോക്കുന്നത്. ആരാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം, അത്തരം ആളുകൾ പിന്നെ ഒരുമിച്ച് കൂടുകയാണ്. സമൂഹം എന്തായാലും വേണ്ടില്ല, സമൂഹത്തിൽ വർഗീയതയും കലാപമൊക്കെ ഉണ്ടായാലും വേണ്ടില്ല, രാഷ്ട്രീയമായ ലാഭമുണ്ടാവണം എന്ന് ചിന്തിക്കുകയാണ്. അതാണ് ആ പ്രശ്നം തീരാത്തത്. എല്ലാ തെരഞ്ഞെടുപ്പാവട്ടെ, മുനമ്പം പ്രശ്നമാവട്ടെ, എന്ത് കിട്ടിയാലും ആ രീതിയിൽ ഇപ്പോൾ കമ്മ്യൂണിസം ഒന്നുമല്ല, കമ്മ്യൂണലിസം ആയാലും വിരോധമല്ല എന്നുള്ള നിലക്കുള്ള പോക്കാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ടതാണ്. അവരിടയിൽ സതുദ്ദേശപരമായി ഐഡിയോളജിക്കലായിട്ട് പാർട്ടിയിൽ അണിനിരുന്നവരുണ്ടാവുമല്ലോ, അവർ ചിന്തിക്കേണ്ടതാണ് ഇത് നല്ല കാര്യമാണോ എന്നുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളൊക്കെ അങ്ങ് അതിനെ പ്രതിരോധിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇതാണ്: ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത്. യഥാർത്ഥത്തിൽ ആ ചോദ്യം പ്രസക്തമല്ലേ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി? പാണക്കാട് തങ്ങൾക്കുള്ള ആത്മീയമായ ഒരു നേതാവെന്ന നിലയിലുള്ള വിമർശനത്തിനെ അല്ല ഞാൻ ശ്രമിച്ചത്, ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലാണ് വിമർശിച്ചതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി, അല്ല അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. ഈ വിമർശനമാണെങ്കിലും ഒരു നേതാവിനെ ഒരു പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തിനാ? അപ്പം തന്നെ അതിൻ്റെ സതുദ്ദേശമില്ലായ്മ, അതിൻ്റെ അതുകൊണ്ടുണ്ടാക്കാവുന്ന ഒരു വർഗീയ പേരുചിരിപ്പ്, നേരത്തെ പറഞ്ഞ ഒരു സംഗതി ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? കാരണം പാണക്കാട് തങ്ങളെ ഒരിക്കൽ ഞങ്ങൾ ഇന്നതുകൊണ്ടാണ് വിമർശിച്ചതെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. അത് ശരി. പക്ഷെ തുടരെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? പാണക്കാട് തങ്ങളെ പറഞ്ഞാൽ സാമുദായികമായ ഒരു ലാഭം അതിലുണ്ട് എന്ന് മനസ്സിലാക്കി പറയുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങളെ വിമർശനം. അത് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ അത് പറഞ്ഞാൽ ഒരു ലാഭമുണ്ട്, കേരളത്തിൽ ഇപ്പോൾ അത് പറഞ്ഞാൽ അത് വേറൊരു കാർഡാണ്. ആ ചിന്ത ഉണ്ടോ എന്ന് ആളുകൾ സംശയിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? ഞങ്ങൾ തങ്ങളെയല്ല വിമർശിച്ചത്, തങ്ങൾ പ്രസിഡൻ്റ് ആയതുകൊണ്ട് ആ പാർട്ടിയുടെ നയങ്ങളെയാണ് വിമർശിച്ചതെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇത് പുട്ടിന് തേങ്ങിടുന്നത് പോലെ എവിടെ പോയാലും ഇതൊരു പ്രാവശ്യം ഒന്ന് പറയും. അപ്പോൾ അതൊരു ക്യാമ്പയിനായിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം എന്താ? അത് സാമുദായികമായ ഒരു വികാരം ഉണ്ടാക്കും. അത് നമുക്ക് ഇപ്പോഴത്തെ കാർഡ് കളി ലാഭമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് സംശയം തോന്നുന്നതിൻ്റെ കാരണം അതാണ്. അത് അപകടകരമായ കാർഡാണെന്നാണ് അങ്ങയുടെ പക്ഷം എന്ന് ആളുകൾ സംശയിക്കുകയാണ്. തുടരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപകടകരമായ ഒരു സമീപനമാണ് എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്, ശരിയൊക്കെ തന്നെ. പക്ഷേ അതുപോലെ തന്നെ രാഷ്ട്രീയ അല്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിലുണ്ടല്ലോ. ആ ഒരു പരിഗണന കൊടുക്കാത്ത വിമർശനങ്ങൾ തുടരെ വരുമ്പോൾ അതിലൊരു മോട്ടീവില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ വിമർശിക്കുന്നത്.
ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലതരം കഥകൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഞാനങ്ങ് ചോദിക്കുക, ഈ പ്രഭാതത്തിൽ നിങ്ങൾ തമ്മിൽ നല്ല അടുത്ത സൗഹൃദമായതുകൊണ്ടാണോ അദ്ദേഹത്തെ വ്യക്തിപരമായി താങ്കൾ കടന്നാക്രമിക്കാത്തത്? വ്യക്തിപരമായി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വ്യക്തിപരമായ ആരോപണങ്ങൾ എന്ന നിലയിലാണ്. മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഇതിലൊന്നും താങ്കൾ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കില്ല. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ പിണറായി വിജയനെതിരെ വ്യക്തിപരമായ ഒരു അഴിമതി ആരോപണം പി കെ കുഞ്ഞാലിക്കുട്ടി ഉന്നയിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് പിന്നെ ഇപ്പോൾ വ്യക്തിപരമായ നല്ല ബന്ധമുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കൾ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ജോസ് കെ മാണിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഇരിക്കുന്ന ടേബിളാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. വ്യക്തിപരമായ ബന്ധം ഉണ്ട് സി എമ്മുമായിട്ട് എന്നുള്ളത് ഒരു കാലത്തും ഞാൻ നിഷേധിക്കില്ല. ഉള്ളത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ആരോപണം ഉന്നയിക്കുക എന്ന് പറയും, നമ്മളൊക്കെ പല പൊസിഷനിൽ ഇരുന്നതല്ലേ. അപ്പോൾ പുതുതായിട്ടൊക്കെ വരുന്ന ആളുകൾ പറയുന്ന മാതിരി അങ്ങനെ പറയാൻ, അത് മാത്രമല്ല വ്യക്തിപരമായി ഒരു ഹർട്ട് ചെയ്യുന്ന, ഇനിയിപ്പോൾ അങ്ങനെ ഒരു രീതി എനിക്കുണ്ട്, ഞാനത് മറച്ചു വെക്കുന്നില്ല. ആരുടെയെങ്കിലും ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സി എമ്മിനെ എന്നല്ല ആരെയും ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ പഴയകാല രാഷ്ട്രീയത്തിൻ്റെ വക്താവായതുകൊണ്ടാവാം ഞങ്ങളൊക്കെ ഓണറബിൾ മെമ്പർ എന്ന് പേര് പോലും പറയാതെ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടല്ലോ അസംബ്ലിയിലും പാർലമെൻറ്റിലും. രൂക്ഷമായ വിമർശനം ഉണ്ടാവും, പക്ഷെ ഹെർട്ട് ചെയ്യൂല, ഓപ്പോണൻറ്റിനെ ഹെർട്ട് ചെയ്യൂല, ആ രീതിയിൽ പറയാറില്ല. അപ്പോൾ സ്വാഭാവികമായി കുടുംബത്തിനെ അതുപോലെ തന്നെ മക്കളെയൊക്കെ പറയുമ്പോഴൊക്കെ അല്പം കോഷ്യസ് ആവും. അത് എന്ന് വിചാരിച്ച് ആരെങ്കിലും പച്ചയായ അഴിമതി എപ്പോഴെങ്കിലും ചെയ്താൽ പറയില്ല എന്നുള്ളതല്ല, പക്ഷേ കഴിയുന്നതും ഒപ്പോണൻറ്റിനെ ഹെർട്ട് ചെയ്യാത്ത രീതിയാണ് ഞാൻ അവലംബിച്ച് പോകുന്നത് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കുറച്ച് കോഷ്യസ് ആയിട്ട് ഞാൻ അഭിപ്രായം പറയാറുള്ളൂ. കാഷ്വലായിട്ട് അങ്ങ് ആരോപണം ഉന്നയിക്കുന്ന രീതി എനിക്കില്ല, അതൊരു വസ്തുതയാണ്. താങ്ക് യു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. എനിക്കൊന്ന് പുതിയ തലമുറയിലെ രാഷ്ട്രീയ നേതാക്കൾ പഠിക്കേണ്ട, അങ്ങയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം അതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലരുമുണ്ട്, ഞാൻ ആരുടെയും പേര് സൂചിപ്പിക്കുന്നില്ല, വളരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുക. അങ്ങേക്ക് പറയായിരിക്കുമല്ലോ, വ്യക്തിപരമായ അധിക്ഷേപം നടത്തുക, നേതാക്കളുടെ പേരും അവരെയൊക്കെ അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് പുതിയ തലമുറ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതും കഴിയില്ല. കാരണം പക്ഷേ നമുക്കാകെ അവകാശപ്പെടാവുന്ന നമ്മളെ രീതി ഇതാണ്, നിങ്ങളുടെ രീതി അതാണ്, നിങ്ങളുടെ രീതി നിങ്ങൾക്ക്, എൻ്റെ രീതി എനിക്ക് എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. താങ്ക് യു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. അതൊരു നല്ല പാഠം കൂടി, എനിക്കൊരു എല്ലാ വീട്ടുകാർക്കും കൂടി അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു പാഠമാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, നിങ്ങൾ അങ്ങനെ ആവണമെന്ന് നല്ലതായിരിക്കും എന്ന് പറയാം എന്നല്ലാതെ നമുക്ക് എന്ത് തീരുമാനിക്കാം. താങ്ക് യു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. വളരെ സ്നേഹത്തിൽ ആയിരുന്നു നമ്മളുടെ ഈ സംഭാഷണം. താങ്ക് യു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ഒട്ടേറെ കാര്യങ്ങൾ, വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ വിഷയങ്ങളാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത്. സർക്കാരിനെതിരെയുള്ള വിമർശനം, ആ വിമർശനങ്ങൾ സ്മാർട്ട് സിറ്റി മുതൽ പാലക്കാട് രാഷ്ട്രീയം വരെയുള്ള വിഷയങ്ങളിൽ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഹൃദയം തുറന്നാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിൽ അദ്ദേഹം ആശങ്കപ്പെടുന്നു. മുനമ്പത്തും പാലക്കാട്ടും ഒരേ വർഗീയ കാർഡാണ് ഈ സർക്കാർ ഇറക്കിയത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. മുനമ്പത്തും പാലക്കാട്ടും പാണക്കാട് തങ്ങളെ വിമർശിക്കുന്നതിലും ഒരേ കാർഡ് ഇറക്കി കളിക്കുന്നു ഇടതുപക്ഷം എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ അഭിമുഖത്തിലെ ഒരു പ്രധാനപ്പെട്ട ലീഡ്. മറ്റൊന്ന്, സ്മാർട്ട് സിറ്റി വിഷയത്തിൽ പിരിച്ചുവിടാൻ എടുക്കുന്ന താല്പര്യം നടത്താൻ കാണിച്ചിരുന്നെങ്കിൽ നന്നായനെ എന്നാണ് പറയുന്നത്. പിടിപ്പുകേടാണ് എന്ന് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി തുറന്നു പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടിരുന്ന് സംസാരിച്ച സമയം പോലും അറിഞ്ഞില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ ഇങ്ങനെ പൊക്കോളും. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും ഇത്തരം നേതാക്കളിൽ നിന്നുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ഇ ടി മുഹമ്മദ് ബഷീർ ആണെങ്കിലും ഇവരുടെയൊക്കെ സംസാരിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത്, അവർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. പല നേതാക്കന്മാരും കണ്ടുപിടിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പല മുതിർന്ന ദേശീയ പാർട്ടി നേതാക്കളും ഇവർ കാണിക്കുന്ന സംയമനമൊക്കെ കാണിച്ചിരുന്നെങ്കിൽ നന്നായനെ എന്നെനിക്ക് തോന്നാറുണ്ട്. വസ്തുനിഷ്ഠമായി മാത്രം അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. വളരെ പെട്ടെന്ന് കയറി ഇതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. എന്തെങ്കിലും അതിന് തെളിവൊന്നുമില്ല, ഞാനത് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പക്ഷേ പിടിപ്പുകേടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ്. മറ്റത് അന്വേഷിച്ച് ചർച്ച ചെയ്തതിന് ശേഷം പറയാം. അതാണല്ലോ നിലപാട്. അതായിരിക്കണം എപ്പോഴും സീസൺഡ് ആയിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പറയേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ വേഗതയ്ക്കൊത്ത് സഞ്ചരിക്കുന്നതല്ല മാതൃകാപരമായ കാര്യം എന്നുള്ളത് ഇനിയെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ.